ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഞാനും അനിയനും അമ്പാടിയും കൂടിയിട്ട് എൻ്റെ മാമൻ്റെ മോൻ്റെ വീട് വരെ ഒന്ന് വന്നതാണ്. വെറുതെ വന്നതാണ്. കുറേ നേരം വർത്താനം പറഞ്ഞൊക്കെ ഇരുന്നതിന് ശേഷം ചായയൊക്കെ കുടിച്ച് പോരാനിരുന്നപ്പോഴത്തേക്കുമാണ് അവർ പറയുന്നത് താഴത്തെ പറമ്പിൽ ഒരു എടനമരം നിൽപ്പുണ്ടെന്ന് കേട്ടോ. എടനേല എന്ന് വെച്ചാൽ എൻ്റെ ജീവൻ്റെ ജീവനാണ്. കേട്ട പാടി കേൾക്കാത്ത പാടി അവിടെ നിന്ന് നേരെ വെച്ചടിച്ച് കേട്ടോ. ഇവിടെ വന്ന് കുറച്ച് എടനേലയൊക്കെ പറിച്ച് അവിടെ നിന്ന് കുറച്ച് സെൽഫിയും ഫോട്ടോസും ഒക്കെ എടുത്ത് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോരാന്ന് വെച്ചിരുന്നപ്പോഴത്തേക്കുമാണ് ആ കുഞ്ഞിപ്പെണ്ണ് പറയുന്നത് അവിടെ ഒരു കമ്പിളി മരം നിൽപ്പുണ്ട്. കമ്പിളി നാരങ്ങയുടെ വലിയൊരു മരം നിൽപ്പുണ്ടെന്ന് കേട്ടോ. എന്നാൽ പിന്നെ അതും കൂടി ഒന്ന് കണ്ട ആവശ്യമുള്ളത് പറിച്ചുകൊണ്ട് പോരാമെന്നും പറഞ്ഞ് നേരെ അങ്ങോട്ട് പോണ വീഡിയോ ആണ് അടുത്തത്. അപ്പം ഞാൻ അനിയനോട് പറഞ്ഞു വീഡിയോ എടുത്ത് തരാമോ എന്ന് ചോദിച്ചു കേട്ടോ. ഞാൻ ഒരുപാട് നേരം ഇങ്ങനെ ഫോണും കൊണ്ടൊക്കെ നടന്ന് എൻ്റെ കൈയൊക്കെ വേദന എടുക്കുന്നതുകൊണ്ട് അവനോട് പറഞ്ഞു വീഡിയോ എടുത്ത് തരാൻ. അപ്പോൾ ആളാണ് കേട്ടോ വീഡിയോ എടുത്ത് തന്നെ. അതുകൊണ്ടാണ് ഇത് ഇത്ര വിറയൽ. ആൾ സ്പീഡിൽ നടന്നു വന്നതിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇതേ അങ്ങേ അറ്റത്ത് കാണുന്ന ആ ഒരു വീട്ടിലാണ് കമ്പിളി നാരങ്ങയുടെ മരം നിൽക്കുന്നത്. കമ്പിളി നാരങ്ങ എന്ന് തന്നെയല്ലേ പറയണേ? എനിക്കറിയില്ല. പല സ്ഥലത്തും പല ഇതൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പം ഞങ്ങൾ ഓരോ വർത്താനമൊക്കെ പറഞ്ഞാണ് അങ്ങ് പോകുന്നത്. അപ്പോൾ അതേ മുന്നിൽ കുഞ്ഞിപ്പെണ്ണ് ഓടിപ്പോകുന്നത് അവിടുത്തെ അമ്മച്ചിയുടെ കമ്പിളി നാരങ്ങ പറിച്ചോട്ടെ എന്ന് ചോദിക്കാനാണ്. അപ്പം അവൾ ഇവിടെ മുന്നേ ഒരു ദിവസം വന്നപ്പോഴത്തേക്കും അവർ പറിച്ചെടുത്തോളാൻ പറഞ്ഞായിരുന്നു പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് വന്നത്. എന്നാലും ഞങ്ങൾ പറഞ്ഞു ജസ്റ്റ് ഒന്ന് അനുവാദം ചോദിച്ചേക്ക് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആളങ്ങ് പോണ സമയം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കഥയും കാര്യങ്ങളൊക്കെ പറയാമല്ലോ. അപ്പോൾ ആ ഒരു വീട്ടിലൊരു അമ്മച്ചി മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ആരെയും കണ്ടില്ല. പിന്നെ വലിയൊരു മരമാണ് കേട്ടോ. ഒരു പൈപ്പിൻ്റെ തോട്ടി അവിടെ നിൽപ്പുണ്ട്. പക്ഷേ അതുകൊണ്ട് പറിക്കാനൊന്നും പറ്റത്തില്ല. കയറി പറിക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ അനുവാദം കിട്ടി ഞങ്ങൾ പതിയെ അങ്ങോട്ടേക്ക് നീങ്ങുവാണ്. അമ്പാടി പിന്നെ ആക്രിവർക്കാണ് കൊണ്ട് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ ചിപ്പി മുത്ത് കല്ലിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ കിടന്നു കഴിഞ്ഞാൽ ആളങ്ങനെ പെറുക്കി എടുത്തോളും കേട്ടോ. അപ്പം നല്ല വിശാലമായ മുറ്റാണ്. വിശാലമായ മുറ്റാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് വോയിസ് ഓവറൊന്നും കൊടുക്കാത്തതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ പറയുമ്പോൾ തെറ്റി പോവുകയാണേ. കുറേ ആയിട്ടോ ഈ ഒരു വീഡിയോ എടുത്തിട്ടിട്ട്. ഏകദേശം ഒരു 2 ആഴ്ച എങ്ങാണ്ടായി. എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം കുറച്ച് തിരക്കും ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നതുകൊണ്ട് ഇന്നങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. ഫോൺ മെമ്മറി ഫുള്ളായിട്ട് ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞ്. അപ്പോൾ അത് ഈ കാണുന്നതാണ് കേട്ടോ കമ്പിളി നാരങ്ങയുടെ മരം. ഒരുപാട് താഴെ വീണ് പോയിട്ടുണ്ട് കേട്ടോ. ആ പറമ്പ് നിറച്ച് കിടപ്പുണ്ട്. പുല്ലൊക്കെ ആയതുകൊണ്ട് കാണാൻ പറ്റിയല്ല കേട്ടോ. ഒരുപാട് വീണ് പോയിട്ടുണ്ട്. വലിയ കമ്പിളി നാരങ്ങ കേട്ടോ. തന്നെ പഴുത്ത് വീണ് പോണയാണേ. അവിടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പറിക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് അനിയൻ കയറി പറിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. കയറി പറിക്കാൻ പറ്റിയ ശിഖരങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ വീഴത്തൊന്നുമില്ല. അങ്ങനെ ഞാൻ അവിടെ ഒരു ഭിത്തിയെ ചാരി ഫോൺ വെച്ചിട്ടാണ് കേട്ടോ പിന്നത്തെ വീഡിയോ എടുത്തത്. അപ്പോൾ ബാക്കി വീഡിയോ അങ്ങോട്ട് അറ്റത്തോട്ട് ചെന്നിട്ട് എടുക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ എനിക്കിതൊക്കെ പറിക്കുന്നതൊക്കെ വീഡിയോ എടുക്കാമല്ലോ. നേരെ അതിൻ്റെ താഴെ പോയി ഞാൻ നിന്ന് എൻ്റെ തലയുടെ മണ്ടയിലോട്ട് വന്ന് വീഴാൻ എന്തോ ദൈവഭാഗ്യം. അങ്ങനെ കമ്പിളി നാരങ്ങ അതേ മുഴുവൻ പഴുത്ത് കിടക്കുകയാണ് കേട്ടോ. മേളിലോട്ടൊക്കെ ഒരുപാട് പഴുത്ത് കിടപ്പുണ്ട്. പക്ഷെ അങ്ങ് മേളിലോട്ട് പോകുന്തോറും ഇങ്ങനെ വണ്ണം കുറഞ്ഞ കമ്പുകളായതുകൊണ്ട് തന്നെ അങ്ങനെ ഒത്തിരി മേളിലോട്ട് പോകണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ആൾക്ക് കൈ കിട്ടണയൊക്കെ പറിച്ച് താഴെ കിട്ടോളാൻ പറഞ്ഞു കേട്ടോ. ഞങ്ങളൊരു 5-6 എണ്ണേ പറിച്ചോളേ. അവിടെ ഒരു 10-12 എണ്ണം താഴെ വീണ് കിടപ്പുണ്ട് കേട്ടോ. ആ അമ്മയ്ക്കൊന്നും വേണ്ട. എനിക്ക് തോന്നുന്നത് ഈ മിക്ക വീടുകളിലും അങ്ങനെയായി. ഒരുപാട് സാധനങ്ങളുള്ളവർക്കൊന്നും വേണ്ട, വെറുതെ പോകത്തേ ഉള്ളൂ. അങ്ങനെ അതെല്ലാം പറിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലും കുഞ്ഞിപ്പെണ്ണിൻ്റെ കയ്യിലും അമ്പാടിയുടെ കയ്യിലും പിന്നെ മാമൻ്റെ മോളുടെ കയ്യിലും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ കമ്പിളി നാരങ്ങ. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകണം. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള 2-3 എണ്ണം ഞാൻ എടുത്തു. ഞാൻ ചുമന്നോളാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ അമ്മയുടെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോകുവാണേ. എടനേലയും പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വീട്ടിൽ ചെന്നിട്ട് എവിടെന്നെങ്കിലും ഒരു ചക്കപ്പഴവും കൂടെ ഒപ്പിച്ചിട്ട് വേണം അട ഉണ്ടാക്കാനായിട്ട്. ഇനി എൻ്റെ ചിന്ത മൊത്തം അതായിരിക്കും. കാരണം എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ള ഇല ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണടച്ച് ഞാൻ പറയും എടനേലയാണെന്ന് കേട്ടോ. തെരളിയില എന്നൊക്കെ ചില സ്ഥലത്ത് പറയും. എനിക്ക് ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിലുണ്ട്. പക്ഷേങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ഇവിടെ ഒന്നും കിട്ടാനില്ല കേട്ടോ. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ എൻ്റെ നാടാണിത്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റബ്ബർ തോട്ടത്തിലും പറമ്പിലും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ എടനമരം ഉണ്ട് കേട്ടോ. എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ അങ്ങോട്ടേക്ക് ഈ ഒരു മരമേ ഇല്ല. ഇതൊക്കെ കിഴക്കൻ ഭാഗത്തോട്ട് മാത്രമായിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് വരുവാണ് കേട്ടോ. അവിടെ നിന്ന് പതി എന്താ പറയണമെന്ന് ഒരു പിടുത്തവും ഇല്ല. എന്തോ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കാര്യം എന്തൊക്കെയോ പറഞ്ഞ് ചർച്ചയിലാണ് കേട്ടോ. ചിരിയും. ഞങ്ങൾ വല്ലപ്പോഴും മാത്രം കേട്ടോ കാണുന്നുള്ളൂ. ഞങ്ങൾ ഒരിടയ്ക്ക് ആഴ്ചയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പം അങ്ങനെ അധികം പോക്കില്ല കേട്ടോ. കാരണം യാത്ര പറ്റത്തില്ലാത്തതുകൊണ്ട് അധികം അങ്ങനെ പോക്കില്ല. എന്നാലും കോണ്ടാക്റ്റും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ അവളുടെ ഹസ്ബൻഡ് വിളിച്ചതുകൊണ്ട് അവൾ പെട്ടെന്ന് അങ്ങ് കയറിപ്പോയി. പിന്നെ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ അവിടെ നിന്ന് എടുക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അത് അനിയനും കുഞ്ഞിപ്പെണ്ണും ഒക്കെ തലയിലും കയ്യിലും കാലയിലും ഒക്കെ ചുമന്നുകൊണ്ട് വരുന്നുണ്ട് കമ്പിളി നാരങ്ങ. കൂടെ അമ്പാടിയും ഉണ്ട് കേട്ടോ. അമ്പാടിനെ കൊണ്ട് പറ്റത്തില്ല. എന്നാലും വയ്യാത്ത പട്ടി കയ്യാലെ കയറുമെന്ന് പറഞ്ഞ അവസ്ഥയാണേ.
പിന്നെ ഞങ്ങൾ ഇതെല്ലാം ആയിട്ട് നേരെ വീട്ടിൽ കയറി എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം ഒരു 10-15 മിനിറ്റും കൂടെ വർത്തമാനം പറഞ്ഞിരുന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ സീ യു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.